അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് പറയുന്നത് ആൽക്കഹോളിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ആരുടെയാണ്? ആൽക്കഹോളിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് നോക്കാനുള്ളത്. ഓക്കെ, സോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഫസ്റ്റ് മെമ്പേഴ്സ് അപ് ടു C11H23OH, അതായത് ഈ 11 കാർബൺസും 23 ഹൈഡ്രജനും ഉള്ള ആൽക്കഹോൾ ഉണ്ടല്ലോ, അതുവരെയുള്ള ആൽക്കഹോള് ലിക്വിഡ്സ് ആയിരിക്കും വിത്ത് ക്യാരക്ടറിസ്റ്റിക് ആൽക്കഹോളിക് സ്മെൽ. അതുവരെയുള്ള ആൾക്കാർ ലിക്വിഡ്സ് ആയിരിക്കും, അവർക്കൊരു ആൽക്കഹോളിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കളർലെസ് ആയിരിക്കും, വാക്സി ആയിട്ടുള്ളൊരു സോളിഡ് ആയിരിക്കും. ഓക്കെ, കളർലെസ് ആയിരിക്കും, വാക്സി ടൈപ്പ് ആയിട്ടുള്ളൊരു സോളിഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തെ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് പോലെ പറയാവുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് ആണ്. എന്താണ് നമ്മുടെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? ROH ആണ്. ROH ആണ് അല്ലേ? ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ROHകളെ കുറേ കൂടി ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു ഫോമിൽ കിട്ടുക. അതെങ്ങനെയാണ് ആ ഒരു ഫോമിൽ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അതായത് 6 നമ്മൾ ആദ്യം എഴുതി, 6 നമ്മൾ എഴുതി, പിന്നെ O എഴുതി, പിന്നെ H എഴുതി. അപ്പോൾ ഇത് നമ്മുടെ ഒരു ROH ആയ ഒരു ആൽക്കഹോളായിട്ടോ. ഇതേപോലെ നമ്മളിവിടെ എഴുതാണ് ROH. ഇതേപോലെ ഒന്നും കൂടി എഴുതി കാണിക്കാം, ROH. ഓക്കെ, പിന്നെ അങ്ങനെ പോകണം. ഇനി ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതായത് ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും നമ്മൾ കണക്ട് ചെയ്തു, ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും നമ്മൾ കണക്ട് ചെയ്തു. സി, അപ്പോൾ അതിനെന്താ പറ്റുന്നുണ്ട്? ഒരു ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾസ് പോളാറാണ്. ഓക്കെ, സിൻസ് ആൽക്കഹോൾസ് ആർ പോളാർ ദേ പൊസസ് ഹൈ ബോയിലിംഗ് പോയിൻ്റ്. അതായത് ഈ ഹൈഡ്രജൻ ബോണ്ട് വന്നാൽ തന്നെ നമുക്ക് അറിയാം ഏറ്റവും പൊട്ടിക്കാൻ പാടുള്ള ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്, ബിക്കോസ് ദേ ആർ സ്ട്രോങ്. അപ്പോൾ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ നേരിട്ട് തിളപ്പിച്ചാലേ വെള്ളം, അതുകൊണ്ടാണല്ലോ വെള്ളത്തിന് 100 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത്. ഓക്കെ, ആ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടിക്കണം. സോ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ് നമുക്ക് ബോയിലിംഗ് പോയിൻ്റ് കൂടേണ്ടി വരുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് അത്രയും കൂടും. സോ ഇവർക്ക് എന്തുണ്ട്? ഈ ആൽക്കഹോളിന് intermolecular hydrogen bonding ഉണ്ട്. So that is why they possess high boiling point and alcohols polar ആണ് അങ്ങനെ പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഐസോമറിക് ആൽക്കഹോൾസ് എടുക്കുകയാണെങ്കിൽ, ഐസോമേഴ്സ് ഫോം ചെയ്യുന്ന ആൽക്കഹോൾസ് ഉണ്ടാവില്ല, അതെടുക്കുകയാണെങ്കിൽ ബ്രാഞ്ചിങ് ഉണ്ടാവില്ലേ, ഇതുപോലെ ബ്രാഞ്ചിങ്. ആ ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻ്റ് കുറയും. കാരണം എന്താ? ബ്രാഞ്ചിങ് കൂടുക എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല, ബ്രാഞ്ചായി പോവുകയാണ്, ബോണ്ടിങ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കാം. അപ്പോൾ അത്രയ്ക്ക് ബോയിലിംഗ് പോയിൻ്റ് വേണ്ട, അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിൻ്റ് കുറവ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോളിബിലിറ്റി ആണ്. അപ്പോൾ അവർക്ക് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാമല്ലോ, വെള്ളമായിട്ട് ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം വെള്ളത്തിൽ ഡിസോൾവ് ആവാൻ പറ്റില്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വാട്ടറിൻ്റെയും ആൽക്കഹോളിൻ്റെയും ഒരു ബോണ്ടിങ് വെച്ച് കഴിഞ്ഞാൽ അതെ ROH, ഇത് നമ്മുടെ എന്താണ്? ആൽക്കഹോളാണ്, ROH ആണ് അല്ലേ? അതിന് നമ്മൾ H2O, ഇതാണ് H2O ആയിട്ട് ബോണ്ട് ചെയ്ത് HOH ബോണ്ട് ചെയ്തൂടെ? അതുപോലെ തന്നെ വീണ്ടും ROH ബോണ്ട് ചെയ്തൂടെ? അങ്ങനെ ബോണ്ട് ചെയ്യാൻ പറ്റും. ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വെള്ളമായിട്ടുള്ള കാരണം, ഫോം ചെയ്യാൻ പറ്റുന്ന കാരണം അവർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അതായത് അവർക്ക് വെള്ളത്തിൽ സോളിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3 എണ്ണേ ഉള്ളൂ. ഒന്ന് ഫിസിക്കൽ സ്റ്റേറ്റ്, C11H23OH വരെ എന്താണ്? ലിക്വിഡ്സ് ആണ്, ആൽക്കഹോളിക് സ്മെൽ ഉണ്ടാവും. ബാക്കിയുള്ളവരെല്ലാവരും എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും, വാക്സി സോളിഡ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം ബോയിലിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ആൽക്കഹോൾസ് പോളാറായ കാരണം അവർക്ക് ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആവും. കാരണം എന്താണ്? അവർക്ക് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇനി ഐസോമറിക് ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻ്റ് കുറയും. ഈ സോളിബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഹൈലി സോളിബിൾ ആണ് വാട്ടറിൽ, ബിക്കോസ് എന്താണ്? അവർക്ക് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വാട്ടറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എളുപ്പം വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. നൗ വി മൂവ് ഓൺ ടു ദ കെമിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആണ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ടൊരു 3-4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെയാണ്
Reactions involving the cleavage of OH bond and the replacement of hydrogen by any other group which shows an acidic nature. അതായത് നമ്മളിപ്പോൾ ഒരു OH ബോണ്ടുള്ളൊരു കമ്പൗണ്ടാണ് എന്ത് പറഞ്ഞാൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ROH എന്നാണ് ആണല്ലോ. അപ്പോൾ ഇതിലെ OH ബോണ്ട് പൊട്ടിക്കണം. ഇതിൽ OH ബോണ്ട് പൊട്ടിച്ചിട്ട് ഈ ഹൈഡ്രജന് പകരം വേറെ ഏതെങ്കിലും ഗ്രൂപ്പിനെ കയറ്റുകയാണ്. ഇവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറൊരാളെ കയറ്റുകയാണ്. അപ്പോൾ കയറ്റുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഇത് RO സംതിങ് എക്സ് എന്ന് കൊടുക്കാം, എന്തെങ്കിലും ഉണ്ടാവും. പ്ലസ് എന്തുണ്ടാവും, H+ ഉണ്ടാവും. ഈ H+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ എന്തെങ്കിലും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ H+ എന്ന് പറഞ്ഞ ആളെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ കമ്പൗണ്ട് അസിഡിക് നേച്ചർ കാണിക്കുന്നതാണ്. ആസിഡായിട്ടുള്ള ഒരു സംഭവം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, H+നെ റിലീസ് ചെയ്യുള്ളൂ. അതാദ്യം മനസ്സിലാക്കാം. അപ്പം നമുക്ക് ആൽക്കഹോളിനെ എന്തിനായിട്ടെങ്കിലും റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ OH ബോണ്ട് പൊട്ടി എച്ചിന് പകരം വേറെ ആരെങ്കിലും കയറി എന്നിട്ട് H+ അത് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് അസിഡിക് നേച്ചർ കാണിക്കണമെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് പോവാം. Since the electronegative oxygen is in between an alkyl group and the hydrogen atom, the bond can be cleaved on the right side of the oxygen atom and the hydrogen is eliminated as H+, which shows an acidic nature. ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ ROH ഉണ്ടല്ലോ, ഓക്കെ. അപ്പോൾ ഇത് ആദ്യത്തെ സെൻറ്റൻസ് വായിക്കാം. സിൻസ് ദി ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ ഇസ് ഇൻ ബിറ്റ്വീൻ ആൻ ആൽക്കൈൽ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രജൻ, ഇവിടെ വരെ നോക്കാം. അതായത് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആൾ ആരാണ്, നമ്മുടെ ഓക്സിജനാണ്. ഈ ഓക്സിജൻ എവിടെ നിൽക്കുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പായിട്ടുള്ള ആറിൻ്റെയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇടയിലാണ്. ഓക്കെ, ഇനി ബാക്കി വായിച്ച് നോക്കാം. ദ ബോണ്ട് ക്യാൻ ബി ക്ലീവ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഓക്സിജൻ ആറ്റം ആൻഡ് ദ ഹൈഡ്രജൻ ഇസ് എലിമിനേറ്റഡ് ആസ് H+, വിച്ച് ഷോസ് ദി അസിഡിക് നേച്ചർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു ബൾക്കി ഗ്രൂപ്പാണ് ലെഫ്റ്റിൽ നിൽക്കുന്നത്, റൈറ്റ് സൈഡിൽ ഓക്സിജൻ്റെ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്സിജനാണ് ഇലക്ട്രോനെഗറ്റീവ് ക്യാരക്ടർ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണ് എളുപ്പം പൊട്ടിക്കാൻ പറ്റുക ബോണ്ട്, ഇവിടെ ആയിരിക്കും ആണല്ലോ, റൈറ്റ് സൈഡിലായിരിക്കും. ഓക്സിജൻ്റെ റൈറ്റ് സൈഡിലാണ് ബോണ്ട് പൊട്ടിക്കാൻ പറ്റുക. അങ്ങനെയാകുമ്പോൾ ഹൈഡ്രജൻ റിലീസ് ആവുമല്ലോ. റിലീസ് ആവുന്നത് H+ എന്ന് പറഞ്ഞിട്ടായിരിക്കും റിലീസ് ആവുക. ആ H+ റിലീസ് ചെയ്യുന്ന ഏതൊരു കമ്പൗണ്ടും എന്ത് നേച്ചർ കാണിക്കും, അസിഡിക് നേച്ചർ കാണിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രൂഫായിട്ട് നമുക്ക് കുറച്ച് റിയാക്ഷൻസ് നോക്കാം. ആദ്യം നമുക്ക് റിയാക്ഷൻസ് വിത്ത് മെറ്റൽസ് നോക്കാം. നമ്മൾ ഒരു മെറ്റൽ എടുത്തു, അതായത് സോഡിയം മെറ്റൽ എടുത്തു, നമ്മുടെ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്തുണ്ടാവുക, നമ്മുടെ ആൽക്കഹോളിൻ്റെ നേച്ചർ പ്രകാരം ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള ഓക്സിജൻ റൈറ്റ് സൈഡിൽ ബോണ്ട് പൊട്ടിച്ചിട്ട് ഹൈഡ്രജനെ റിലീസ് ചെയ്യും. എന്തായിട്ട്, H2 ആയിട്ട്, H2 അല്ലെങ്കിൽ H+ ആയിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒരു സ്റ്റേബിൾ ഫോമിൽ എഴുതിയെന്നുള്ളൂ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ Na ഈ ഹൈഡ്രജൻ്റെ പൊസിഷൻ എടുക്കുമല്ലോ. അങ്ങനെയാണ് RONA+ ആവുന്നത്. ഇത് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നാലും ഇവിടെ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് ROH ഉണ്ട്, ഇതാണ് നമ്മുടെ ആൽക്കഹോൾ. ആ ആൽക്കഹോളിനെ ഒരു മെറ്റാലിക് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, എവിടെ ബോണ്ട് പൊട്ടും, ബോണ്ട് പൊട്ടുന്നത് ഇവിടെയായിരിക്കും. എന്നിട്ട് ഈ ഹൈഡ്രജൻ H+ ആയിട്ട് റിലീസാവും, ഈ Na Hൻ്റെ സ്ഥാനത്ത് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, RONA+ എന്ന് വരും, പ്ലസ് H2, ഇവിടെ കാണിച്ച പോലെ H2 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം വരിക. ഇതേപോലെ തന്നെയാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ C2H5 ഇട്ട് കൊടുക്കുകയാണ്, എഥനോൾ ഇട്ട് കൊടുക്കണം. C2H5OH ഇട്ട് കൊടുത്തു, മെറ്റാലിക് Na ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും, ഈ Na ഹൈഡ്രജൻ്റെ പൊസിഷനിലേക്ക് പോവും, H എന്താവും, H2 ആയി മാറും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സോഡിയം ഇഥോക്സൈഡ് കിട്ടുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു ടെർഷ്യറി ആയിട്ടുള്ളൊരു കാർബൺ എടുത്തു കഴിഞ്ഞാൽ, ടെർഷ്യറി ആയിട്ടുള്ളൊരു കാർബണാണ് അതിൻ്റെ ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൽക്കഹോൾ സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതേ സംഭവം തന്നെ സംഭവിക്കുക. ഹൈഡ്രജന് പകരം Na കയറും, ഹൈഡ്രജൻ റിലീസാവും, അസിഡിക് നേച്ചർ കാണിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ഈ കമ്പൗണ്ടിൻ്റെ പേരാണ് സോഡിയം ബ്യൂട്ടോക്സൈഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടാക്കാനുണ്ട്. ആൽക്കഹോൾസ് ആർ ബ്രോൺസ്റ്റഡ് ആസിഡ്സ്. ആൽക്കഹോൾസിനെ ബ്രോൺസ്റ്റഡ് ആസിഡ്സ് എന്നാണ് വിളിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു സ്ട്രോങ്ങർ ബേസിലേക്ക് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രോങ്ങർ ബേസിലേക്ക്
പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം ആൽക്കഹോൾസിനെ ബ്രോൺസ്റ്റഡ് ആസിഡ്സ് എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു B- ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസിനെ നമ്മുടെ വീക്കായിട്ടുള്ള ആസിഡായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഓക്കെ, ആൽക്കഹോൾസിനെ എന്തുകൊണ്ട് ബ്രോൺസ്റ്റഡ് ആസിഡ്സ് എന്ന് വിളിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണമാണ് കേട്ടോ പറയണേ. ആൽക്കഹോൾസ് ബ്രോൺസ്റ്റഡ് എന്തുകൊണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ആൽക്കഹോൾ ഉണ്ട് ROH, ഓക്കെ, പ്ലസ് ജനറൽ കേസാണ് എടുക്കുന്നത്, പ്ലസ് ഒരു ബേസ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസാണ് B- എടുത്തു. അപ്പം ഇതെന്താണ്, ഒരു വീക്കായിട്ടുള്ളൊരു ആസിഡാണ്. ആൻഡ് ഇതെന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ്. ഓക്കെ, ഞാൻ കളർ മാറ്റുന്നതാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ റിയാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ബോണ്ട് പൊട്ടിയിട്ട് ഈ H Bൻ്റെ ഒപ്പം പോവും, എന്നിട്ട് RO- എന്നാവും. അതായത് RO- എന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും. ഒപ്പം എന്തുണ്ടാവും, ഈ B- ഒപ്പം H+ കയറിയിട്ട് BH എന്നാവും. ഓക്കെ, അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ എന്തുണ്ടായി, ഇതൊരു ആസിഡായി ആൻഡ് ഇതെന്തായി മാറി, ഇതൊരു സ്ട്രോങ് ബേസായി മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വീക്കായിട്ടുള്ള ഒരു ആസിഡിന്, അല്ലെങ്കിൽ പോട്ടെ, ആൽക്കഹോൾസിന് ഒരു സ്ട്രോങ്ങർ ബേസിലേക്ക് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അതിനെ ബ്രോൺസ്റ്റഡ് ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനും ഉണ്ടാക്കാൻ പറ്റും. അതായത് ശ്രദ്ധിക്കുക, നമ്മളെടുത്തത് ഒരു വീക്ക് ആസിഡാണ്. ഈ വീക്ക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആയിരിക്കും. അതായത് ശ്രദ്ധിക്കുക, പറയണത് വീക്കായിട്ടുള്ള ആസിഡ് എടുത്തു. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് റിലേറ്റീവായിട്ട്, അതായത് അതിനിപ്പം നമ്മളെടുത്ത സാധനം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മാറി അതിന് അപ്പോൾ ഓപ്പോസിറ്റായിട്ട് അതേ സാധനം തന്നെ പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, അതാണ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിലേറ്റീവായിട്ട് വരുന്നത് തന്നെയാണ് പറയുക, റിലേറ്റീവ് ഓഫ് ദിസ്. ഓക്കെ, അപ്പം എന്താണ്, നമ്മളൊരു വീക്ക് ആസിഡ് എടുത്തു. ആ വീക്ക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് വരിക സ്ട്രോങ് ആയിരിക്കും. കണ്ടു, ഒരു വീക്കായിട്ടുള്ള ആസിഡ് എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു ബേസ് കിട്ടി ആണല്ലോ. RO- എന്ന് പറയുമ്പോൾ ഒരു ബേസ് ആണല്ലോ, അത് സ്ട്രോങ് ബേസ് ആയിരിക്കും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? അങ്ങനെ ഒരു പോയിന്റിലുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയാണ്, ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് എ വീക്ക് ആസിഡ് വിൽ ബി സ്ട്രോങ്ങർ. വീക്ക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആയിരിക്കും. ഇനി RO- ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എ പ്രോട്ടോൺ കമ്പയർഡ് ടു OH-. അതായത് ഈ RO- എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയല്ലോ, ഇതിന് പ്രോട്ടോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. OH- കമ്പയർ ചെയ്തിട്ട് RO- ഈ H+നോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്ത്, സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയില്ലേ, അതായത് RONA, ഇതാണ് സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോഡിയം ആൽക്കോക്സൈഡ് ആയിരിക്കും സ്ട്രോങ്ങർ ബേസ് ദാൻ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ ബേസിന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, NaOH. ഈ NaOH-നേക്കാട്ടും സ്ട്രോങ്ങർ ആയിട്ടുള്ള ബേസാണ് ആര്, RONA. കാരണം എന്താ, അവർക്ക് പ്രോട്ടോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് അവരെന്താണ്, ഒരു സ്ട്രോങ്ങർ ബേസാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. RO- എടുത്തു നമ്മുടെ ബേസ്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ കിട്ടിയില്ലേ, അതാ ഇവിടെ നിന്ന് കിട്ടിയില്ലേ ഒരു RO-നെ. ആ RO- നമ്മൾ എടുത്തു, എന്നിട്ട് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, വാട്ടർ ആസിഡ് ആവാൻ ബേസും ആവാമല്ലോ, അപ്പോൾ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കുന്നത് ബേസ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ വാട്ടറാണ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണമെങ്കിൽ ആ വാട്ടർ ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ RO- ബേസ് ആയിട്ട് എടുത്തു, ആസിഡ് ആയിട്ടുള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് H+ഉം ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ H+ഉം OH- കൂടിയതല്ലേ.
ഇനി ഇതിൽ H+ ബേസിലേക്ക് അട്രാക്റ്റഡ് ആവും. നമ്മുടെ RO- എന്ത് ചെയ്യാണ്, പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഈ H+OH- എന്ന H+നെ ഈ ബേസ് RO- അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ എന്തായി, ROH എന്നായി. ഓക്കെ, ആസിഡായി. ആൻഡ് നമുക്കിവിടെ എന്ത് റിലീസ് ആവുന്നുണ്ട്, OH- റിലീസ് ആവുന്നുണ്ട്, ഒരു ബേസ് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേസ് എടുത്ത് H+നെ വാങ്ങി OH- റിലീസ് ചെയ്തു. അങ്ങനെ ഒരു ROHും ഒരു OH- നമുക്ക് പ്രോഡക്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പാരിസൺ ഓഫ് അസിഡിക് ക്യാരക്ടർ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾ. അതായത് നമുക്ക് 3 ടൈപ്പിലുള്ള ആൽക്കഹോൾ ഉണ്ടാക്കാം അല്ലേ. പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാക്കാം, സെക്കൻഡറി ഉണ്ടാക്കാം, ടെർഷ്യറി ഉണ്ടാക്കാം. സോ ഇവരുടെയൊക്കെ അസിഡിക് ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ആർക്കാണ് അസിഡിക് ക്യാരക്ടർ കൂടുതൽ. സോ ആൽക്കഹോൾസ് ആർ അസിഡിക് ഇൻ നേച്ചർ, അതറിയാലോ. ആൽക്കഹോൾസ് അസിഡിക് ഇൻ നേച്ചറാണ്, കാരണം H+ അതിന് റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഡ്യൂ ടു ദ പോളാർ OH ബോണ്ട്. അതന്നെ, പോളാർ OH ബോണ്ട് ഉള്ള കാരണം അതിൽ H+ ആയിട്ട് റിലീസ് ആവുന്നു. ഓക്കെ, പൊളാരിറ്റി ഉള്ള കാരണം ആണ് അങ്ങനെ റിലീസാക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് ഒന്ന് ഗ്രേറ്റർ പോസിറ്റിവിറ്റിയോ ഗ്രേറ്റർ നെഗറ്റിവിറ്റിയോ ഉണ്ടാവും. അതാണ് പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഓർ വാട്ട് എവർ മേ ബി. ഓക്കെ, അപ്പോൾ അങ്ങനെ പോളാർ നേച്ചർ OH ബോണ്ടിനുള്ളതുകൊണ്ട് ആൽക്കഹോൾസ് അസിഡിക് ആവണം. ഇനി ഈ ആൽക്കഹോൾസിൽ നമ്മൾ ROH എന്നല്ല പറയുന്നത്. ഈ എന്താ, ആൽക്കൈൽ ഗ്രൂപ്പാണല്ലേ. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസിയാണുള്ളത്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റിംഗ് എഫക്റ്റ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അവർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡൊണേറ്റ് ചെയ്ത് ഫുൾ ഡൊണേഷൻ കൊടുക്കുന്നത് ആർക്കാ, നമ്മുടെ ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജൻ്റെ അവിടെ എന്തുണ്ടാവും, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലെ ഓക്സിജനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൻ്റെ പോളാർ നേച്ചർ ഞാൻ പറഞ്ഞു, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ പോളാർ നേച്ചർ എന്താവും, കുറയും. പോളാർ നേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിക് നേച്ചറും ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം ഈ OH ബോണ്ടിൻ്റെ പൊളാരിറ്റി കാരണമാണ് ആൽക്കഹോൾസിനെ H+ റിലീസ് ചെയ്ത് ആസിഡിക് ആവാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ അപ്പോൾ ആൽക്കഹോൾ ഗ്രൂപ്പ്സ് കൂടും തോറും എന്തുണ്ടാവും, അത്രയും ഇലക്ട്രോൺ ഡെൻസിറ്റി ഓക്സിജൻ്റെ അവിടെ കൂടും. അപ്പോൾ പൊളാരിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, ആസിഡിക് നേച്ചറും കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുള്ള ഒരു കമ്പൗണ്ടാണ് ടെർഷ്യറി ആൽക്കഹോൾസ്. അവർക്ക് 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ. അപ്പോൾ അവരായിരിക്കും ഏറ്റവും കുറവ് അസിഡിക് നേച്ചർ കാണിക്കുക. കാരണം എന്താ, കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓക്സിജൻ്റെ അവിടെ കൂടിയിട്ട് പൊളാരിറ്റി കുറയും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പിൻ്റെ പൊളാരിറ്റി കുറയും. അങ്ങനെ പൊളാരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് നേച്ചറും കുറയും. ഓക്കെ, സോ ടെർഷ്യറി ആൽക്കഹോൾസിനായിരിക്കും ഏറ്റവും കുറവ് അസിഡിറ്റി ഉണ്ടാവുക ആൻഡ് പ്രൈമറി ആയിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രൈമറി ആൽക്കഹോൾസ് ആയിരിക്കും ഗ്രേറ്റർ അസിഡിക് നേച്ചർ കാണിക്കുക, പിന്നെ സെക്കൻഡറി, ദെൻ ടെർഷ്യറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്പാരിസൺ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. ഇനി അടുത്തത് നമുക്ക് എസ്റ്ററിഫിക്കേഷനിലേക്ക് എടുക്കാം. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ഉണ്ടല്ലോ. എസ്റ്ററിഫിക്കേഷൻ എന്താണെന്നാണ് ഈ പറയാൻ പോകുന്നത്. കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മിനറൽ ആസിഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എസ്റ്റർ കിട്ടും. അപ്പോൾ ഈ ഫോർവേഡ് റിയാക്ഷൻ വഴി എസ്റ്റർ ഉണ്ടാക്കുന്നതിനെയാണ് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുക. ആൻഡ് അതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷനെയാണ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്ന് പറയുക. എളുപ്പം പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ ഈ എസ്ട്രിഫിക്കേഷൻ ആദ്യം എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എസ്ട്രിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാർബോക്സിലിക് ഗ്രൂപ്പ് എടുത്തു. അതായത് ഒരു ജനറൽ കാർബോക്സിലിക് ഗ്രൂപ്പ് എടുക്കുകയാണ്. അതായത് RCOOH. ഇതിനെ നമ്മൾ നമ്മുടെ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക ബോണ്ടിങ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. HOR'. അത് വേറെ ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ കാർബോക്സിലിക് ആസിഡിൻ്റെയും ആൽക്കഹോളിൻ്റെയും ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം അല്ല, ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കാം. എന്നിട്ട്
എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രോസസ്സ് നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഈ ആരോ ചെയ്യുന്നത്. എന്നിട്ട് RCOOR' H2 ആണ് ഫോം ചെയ്യുക. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ RCOOH കണ്ടല്ലോ, അതുപോലെ തന്നെ RHOR' കണ്ടുല്ലോ. ഇതെന്താണ് എന്ന് അതും കൂടി കാണിച്ചു തരാം. ഇത് കാർബോക്സിലിക് ആസിഡാണ്. ഓക്കെ, ആൻഡ് ഇതെന്താണ്? ഇത് ആൽക്കഹോളാണ്. ഓക്കെ, ഇത് രണ്ടും കൂടിയിട്ട് ഇത് എസ്റ്റർ ഫോം ചെയ്തു. ആൻഡ് ദിസ് ഇസ് വാട്ടർ. അത് നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോണ്ട് പൊട്ടിക്കുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ RCOOHൻ്റെ OH ഉണ്ടല്ലോ, അതും നമ്മുടെ ROHൽ H ആണല്ലോ പൊട്ടിപ്പോവാറ് എപ്പോഴും, ആണല്ലോ. ആൽക്കഹോളിൽ H+ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ Hഉം RCOOHൻ്റെ OHഉം കൂടിയിട്ട് ബോണ്ട് ചെയ്യും. അങ്ങനെ ബോണ്ട് ചെയ്തിട്ടാണ് എന്താവുന്നത്? ഇതെന്തായി ഇപ്പോൾ? ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ H+ഉം OH- കൂടുകയാണ്. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? വാട്ടർ ഉണ്ടാവുന്നത്. ആ വാട്ടറാണ് നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് ഇതിവിടെ കിട്ടിയേക്കുന്നത്. ഇനി അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ആരാ? ഈ RCOയും ഇവിടുത്തെ R'-Oയും. ഇവർ രണ്ടാളും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? RCO, പിന്നെ ഇവിടെ ഒരു O ഉണ്ടായിരുന്നു, പിന്നെ R'. ഇതാണെന്ത് പറഞ്ഞാൽ എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് എസ്റ്റർ ഉണ്ടാകുന്നത്. ഇനി ഇത് നേരെ ഉൾട്ടയായിട്ട് നോക്കാം. അതായത് നമ്മൾ RCOR' വാട്ടറായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവണു? RCOOHഉം R'-OHഉം ഉണ്ടാവണം അല്ലേ? അതായത് ഇങ്ങനെ ബോണ്ട് പൊട്ടും. ഈ RCOOR'-ഉം H2Oയും. അപ്പോൾ H2Oനെ നമുക്ക് എന്താക്കാം? H+ എന്നും OH- എന്നും ആക്കിക്കൂടെ? ആൻഡ് ഇത് ബ്രേക്ക് ആകുമ്പോൾ എങ്ങനെ ബ്രേക്ക് ആവും? ഇതിങ്ങനെയല്ലേ ബ്രേക്ക് ആവുക RCOR'-ൻ്റെ. അപ്പോൾ ഈ H+ എങ്ങോട്ട് പോവും? ഈ R'-Oയിലേക്ക് പോവില്ലേ? ആൻഡ് ഈ OH- എങ്ങോട്ട് പോവും? RCOയിലേക്ക് പോവില്ലേ? അങ്ങനെയാണ് ഇവരുണ്ടായത്. അപ്പം ഇത് എസ്ട്രിഫിക്കേഷൻ. ഈ റിയാക്ഷൻ എസ്ട്രിഫിക്കേഷൻ. ആൻഡ് ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഓക്കെ, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി ഇത് വേറൊരു എക്സാമ്പിൾ എടുത്തതാണ്. അതായത് RCOCl എടുത്തു, OHന് പകരം Cl എടുത്തു. എന്നിട്ട് HOR' ഒപ്പം റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? Hഉം Clഉം കൂടിയിട്ട് ബോണ്ട് ചെയ്തിട്ട് HCl ആയിട്ട് പുറത്തേക്ക് വരും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് എസ്റ്റർ ഫോം ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി Rന് പകരം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ശരിക്കുള്ള ഒരു ആൽക്കൈൽ കമ്പൗണ്ട് കൊടുത്തു. CH3COOHഉം മറ്റൊടുത്ത് വേറൊരെണ്ണം CH3CH2OHഉം കൊടുത്തു. എന്നിട്ട് ഇതേ റിയാക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. അത് അത്രയേ കാണിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയാനില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി എന്താ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആസിഡ് ക്ലോറൈഡ് ഉണ്ടല്ലോ. ആസിഡ് ക്ലോറൈഡാണ് ഇപ്പോൾ ഈ പറഞ്ഞ RCOCl. അല്ലെങ്കിൽ ഇവിടെ നോക്കാം, RCOCl എന്നാണ് ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് ആൽക്കഹോൾസായിട്ട് റിയാക്ട് ചെയ്തിട്ട് എസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയണത്. അതുതന്നെയാണ് ഞാൻ ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഓക്കെ, അവിടെ ഞാൻ ഒരു എക്സാമ്പിൾ അപ്പം തന്നെ തന്നു എന്ന് മാത്രം. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതുകയാണ്. ഓക്കെ, സോ ആസിഡ് ക്ലോറൈഡ് നമ്മുടെ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് പിരിഡിൻ. പിരിഡിൻ വേണം, പിരിഡിൻ ഉണ്ടെങ്കിലാണ് നടത്താൻ പറ്റുക. അപ്പോൾ ആസിഡ് ക്ലോറൈഡിന് നമ്മൾ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് പിരിഡിൻ. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? HCl കിട്ടും ആൻഡ് നമുക്ക് എസ്റ്റർ കിട്ടും. അപ്പോൾ ഇവിടെ എഴുതിക്കണം നോക്കുക. ആസിഡ് ക്ലോറൈഡ് ക്യാൻ ഓൾസോ റിയാക്ട് വിത്ത് ആൽക്കഹോൾ ഫോമിങ് എസ്റ്റർ. ആസിഡ് ക്ലോറൈഡിന് ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്തിട്ട് എസ്റ്റർ ഫോം ചെയ്യാൻ പറ്റും. സിൻസ് ദ റിയാക്ഷൻ ഇൻവോൾവ്സ് എ ഫോർമേഷൻ ഓഫ് HCl ഫോം ചെയ്യുന്ന കാരണം ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്ട്രോങ് ബേസ് പിരിഡിൻ. അപ്പോൾ HCl അതിനെ പുറത്ത് വിടണം. അപ്പോൾ അതിനെന്ത് വേണം? ഒരു സ്ട്രോങ് ബേസ് വേണം. അതിനാണ് നമ്മൾ പിരിഡിൻ യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. എക്സാംസിന് മോസ്റ്റ്ലി കൺഫ്യൂസ്ഡ് ആവുന്നൊരു ഭാഗം ഇതാണ്. അതായത് ഇങ്ങനെ ഒരു ലാസ്റ്റ് ഒരു എൻഡ് പ്രൊഡക്റ്റ് വേണമായിരിക്കും.
അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ റിയാക്റ്റൻ്റോ നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിന്ന് ഇതുണ്ടാക്കാനൊക്കെ പറയും. അപ്പോൾ ഒരു ആൽക്കഹോളിൽ നിന്ന് ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ആൽക്കഹോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ആൽക്കഹോൾ ഉണ്ട്. ആ ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ, ഇത് ഓക്സിഡേഷൻ്റെ സിമ്പിളാണ്, ഇനി മറക്കരുത്. ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? ഒരു ആൽഡിഹൈഡ് കിട്ടും. ഇത് ഓർത്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റും എന്നാൽ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി ആൽഡിഹൈഡിനെ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? ആസിഡ്. ഓക്കെ, അപ്പോൾ ആൽക്കഹോളിൽ നിന്ന് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പാണ്. ആൽക്കഹോളിനെ ഓക്സിഡേറ്റ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആക്കുക, ആൽഡിഹൈഡിനെ ഓക്സിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളാവും. അതുപോലെ തന്നെ നമ്മുടെ ഫോർമാൽഡിഹൈഡ്, സാധാ ആൽഡിഹൈഡിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസിഡ് കിട്ടില്ല. ഫോർമാൽഡിഹൈഡിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കിട്ടും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇതാണ്. റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ദ ക്ലീവേജ് ഓഫ് RO bond ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് OH ബൈ എനി അതർ ഗ്രൂപ്പ് വിച്ച് ഷോസ് ദ ബേസിക് നേച്ചർ ഓഫ് ആൽക്കഹോൾ. അതായത് നേരത്തെ നമ്മൾ നോക്കിയത് ആൽക്കഹോളിൻ്റെ അസിഡിക് നേച്ചർ എങ്ങനെ വരുന്നു എന്നാണ്. അപ്പോൾ അതിൽ OH ബോണ്ടാണ് പൊട്ടുന്നത് അല്ലേ? OH ബോണ്ട് പൊട്ടിയിട്ട് അതിൽ ഹൈഡ്രജനെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പായിട്ട് റീപ്ലേസ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ബേസിക് നേച്ചർ കാണിക്കണമെങ്കിൽ OH ഗ്രൂപ്പ് വേണം റീപ്ലേസ്ഡ് ആവാൻ. OH ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു ഗ്രൂപ്പ് ബേസിക് നേച്ചർ കാണിക്കണമെന്നൊക്കെ പറയാൻ പറ്റുക. അപ്പോൾ RO ബോണ്ട് പൊട്ടിയിട്ട് OH റീപ്ലേസ് ചെയ്യുന്നതാണ് ഇവിടെ. അതുവഴി ആൽക്കഹോളിൻ്റെ ബേസിക് നേച്ചർ കാണിക്കുകയാണ്. സോ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു മെയിൻ സംഭവമാണ് നമ്മുടെ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്കതും നമ്മൾ നമ്മുടെ ലാബുകളിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൽക്കഹോൾ ഉണ്ടല്ലോ, ആൽക്കഹോളിനെ HCl-ഉം ZnCl2, ഈ ലൂക്കാസ് റിയേജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl ആൻഡ് ZnCl2ൻ്റെ കോംബോ ആണ്. അപ്പോൾ ആ ലൂക്കാസ് റിയേജൻറ്റിനെ നമ്മുടെ ആൽക്കഹോളായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കൈൽ ഹാലൈഡും വാട്ടറും കിട്ടും. അതിനെയാണ് ഈ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഈ ലൂക്കാസ് ടെസ്റ്റ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. അതായത് ഏതാണ് പ്രൈമറി, ഏതാണ് സെക്കൻഡറി, ഏതാണ് ടെർഷ്യറി ആൽക്കഹോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലൂക്കാസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. So alkyl halides can be prepared by the reaction of alkyl halides കേട്ടോ. alkyl halides പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൂക്കാസ് ടെസ്റ്റും കൂടി എടുക്കാം. അപ്പം അതിനെന്ത് ചെയ്യണം? alkyl halides can be prepared by the reaction of alcohol using Lucas reagent. ലൂക്കാസ് റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് alkyl halide പ്രിപ്പയർ ചെയ്യാം. സോ എന്താണ് ഈ ലൂക്കാസ് റിയേജൻറ്റ്? ലൂക്കാസ് റിയേജൻറ്റ് is a mixture of HCl and anhydrous ZnCl2. HCl-ൻ്റെയും anhydrous ZnCl2ൻ്റെയും ഒരു മിക്സ്ചറാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ദ റിമൂവൽ ഓഫ് വാട്ടർ. അപ്പോൾ ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുക? വാട്ടറിൻ്റെ റിമൂവൽ വഴി. ഇവിടെ വാട്ടർ പുറത്തേക്ക് കൊടുക്കുന്നില്ലേ, അതുവഴിയാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ ദിസ് ടെസ്റ്റ് ഇസ് നോൺ ആസ് ലൂക്കാസ് ടെസ്റ്റ്. ദാറ്റ് ഈസ് ആക്ച്വലി യൂസ് ടു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾ. ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എന്താണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുക എന്താണ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിനെ ലൂക്കാസ് റിയേജൻറ്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഉള്ള ഒരു റിയാക്ഷനെയാണ് ഇത് ലൂക്കാസ് ടെസ്റ്റിൽ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇനി അടുത്തത് അറിയേണ്ടത് എന്താണ് ഈ ലൂക്കാസ് റിയേജൻറ്റ് എന്നാണ്. അപ്പോൾ ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl-ൻ്റെയും anhydrous ZnCl2ൻ്റെയും ഒരു മിക്സ്ചറാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് എന്തുണ്ട്? വാട്ടറിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുക. ഇത് മെയിനായിട്ടും പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കുക നമ്മൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിലുണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും പുതിയ വാക്കുണ്ടെങ്കിൽ അതെന്താണ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൂക്കാസ് റിയേജൻറ്റ്, അതെന്താണെന്ന് പറയുക. അപ്പോൾ അതുവഴി എന്താണ് റിമൂവ് ആവുന്നത്, എന്താണ് കിട്ടുന്നത്, അത് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത്ര പറഞ്ഞാൽ മതി. അപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ലൂക്കാസ് ടെസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്. ശ്രദ്ധിക്കുക, ROH നമ്മുടെ ആൽക്കഹോൾ.
ആ ആൽക്കഹോളിനെ ലൂക്കാസ് റിയേജൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണോ? ആൽക്കൈൽ ഹാലൈഡും വാട്ടറും കിട്ടും. അതാണ് മെയിനായിട്ടും ലൂക്കാസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഒരു പ്രൈമറി ആൽക്കഹോൾ. ഇതെന്താ മെയിനായിട്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യണ? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾ ആണല്ലോ. അപ്പോൾ നമ്മളൊരു പ്രൈമറി ആൽക്കഹോൾ ആയിട്ടുള്ള CH3CH2OH എടുത്തു. അതിൽ തന്നെ നമ്മൾ ലൂക്കാസ് റിയേജൻറ്റ്, അതായത് HCl-ഉം ZnCl2 ഇതായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇതായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിലെ OHഉം ഇതിലെ Hഉം കൂടിയിട്ട് വാട്ടറായിട്ട് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകും. ഞാൻ ആ ഫസ്റ്റ് പാരയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യും കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3CH2Cl കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പാരയിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ആൽക്കൈൽ ഹാലൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിനെ ലൂക്കാസ് റിയേജൻറ്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. ഇതെന്താണ്? ലൂക്കാസ് റിയേജൻ്റാണ്. ലൂക്കാസ് റിയേജൻറ്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ എന്ത് റിലീസാവും എന്ന് പറഞ്ഞു? വാട്ടർ റിലീസാവും എന്ന് പറഞ്ഞു. വാട്ടർ റിലീസായില്ലേ? പിന്നെ നമ്മളിതിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? ROHലെ ഈ സാധാരണ നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റത്തെ അസിഡിക് നേച്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് ഇവിടെ Rഉം Oയും Hന്ന് സെപ്പറേറ്റഡ് ആവും. എന്നിട്ട് H+ ആയിട്ട് പോകണതുകൊണ്ട് അസിഡിക് നേച്ചർ കാണിക്കണമെന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ROH ഉണ്ടെങ്കിൽ അതിൽ OH മൈനസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. അത് വേറൊരാൾ വരുമ്പോൾ അതായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്താവുന്നത്? വാട്ടർ ആവുന്നത്. ഓക്കെ, അപ്പം ROHലെ OH സെപ്പറേറ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ ഇതെന്ത് കാണിക്കുന്നത്? ബേസിക് നേച്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് RO ബോണ്ട് പൊട്ടിയിട്ട് OH ആയിട്ട് റിലീസ് ചെയ്യാണ്. ഓക്കെ, സോ ദാറ്റ് ഷോസ് ദ ബേസിക് നേച്ചർ. അതാണ് ഈ ലൂക്കാസ് റിയേജൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കൊരു സെക്കൻഡറി ആൽക്കഹോൾ എടുക്കാം. അതായത് CH3CH3 എന്നിട്ട് ഈ CHൻ്റെ അവിടെ OH കൊടുക്കാം. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ആണല്ലോ. ഇതെന്താണ്? സെക്കൻഡറി ആൽക്കഹോളാണ്. നേരത്തെ എടുത്തത് പ്രൈമറി ആൽക്കഹോളായിരുന്നു. അതിൽ മൂന്നും സെക്കൻഡറി, പ്രൈമറി, ടെർഷ്യറി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൽക്കഹോൾസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ലൂക്കാസ് റിയേജൻ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ എന്തായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു? ലൂക്കാസ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അതായത് HCl-ഉം ZnCl2. ഈ ZnCl2 എന്തിനാ ആഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിലെ OHഉം Hഉം ആയിട്ട് വാട്ടറായിട്ട് റിലീസാവും അല്ലേ? എന്നിട്ട് ഈ Cl എന്ത് ചെയ്യും? ഈ പൊസിഷനിലേക്ക് വരും ആണല്ലോ. ഓക്കെ, സോ അങ്ങനെ എഴുതുകയാണെങ്കിൽ CH3 നമുക്കറിയാം, നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ചെയ്താൽ CH3CH3 അല്ലേ? ഈ CHൻ്റെ OHൻ്റെ ഭാഗത്ത് എന്ത് വരും? Cl വരും. എന്നിട്ട് പിന്നെ എന്ത് വരും? ബൈ പ്രൊഡക്റ്റായിട്ട് H2O വരും. ഓക്കെ, ഫൈൻ. ഇനി മൂന്നാമത്തെ, വേറെ കളർ കൊണ്ട് ചെയ്താലേ മനസ്സിലാവില്ല അല്ലെങ്കിൽ. മൂന്നാമത്തെ ടെർഷ്യറി അല്ലേ? അപ്പം ഒരു കാർബൺ നടുവിൽ ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3 ആൻഡ് ഇവിടെ നമുക്ക് OH കൊടുക്കാം. അപ്പോൾ ഇതെന്തായി? ടെർഷ്യറി ആൽക്കഹോളായി. ഓക്കെ, ആൻഡ് ഈ ടെർഷ്യറി ആൽക്കഹോൾ നമ്മുടെ ലൂക്കാസ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. HCl-ഉം ZnCl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ Hഉം OHഉം കൂടിയിട്ട് വാട്ടറായിട്ട് റിലീസാവും. ആൻഡ് ബാക്കി വരുന്ന ഈ Cl ഈ OHൻ്റെ പൊസിഷനിലേക്ക് കയറും. അപ്പോൾ എന്തുണ്ടാവും? CH3CH3CH3Cl. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് റിയാക്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാരയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഫസ്റ്റ് പാരയുടെ കാര്യം ഞാൻ അവിടെ പറഞ്ഞു കേട്ടോ. മൂന്നും എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ആവണമെന്നുള്ളത്. അതെങ്ങനെ ഇനി നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം എന്നുള്ളതാണ് അടുത്ത പാര. സിൻസ് ആൽക്കൈൽ ഹലൈഡ്സ് ആർ ഇൻസോളിബിൾ ഇൻ വാട്ടർ ദേ അപ്പിയർ ആസ് ടർബിഡിറ്റി. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൽക്കൈൽ ഹലൈഡ്സ് വെള്ളത്തിൽ സോളിബിൾ അല്ല. അപ്പോൾ അവർ ടർബിഡിറ്റി, അതായത് ഒരു ക്ലൗഡിനെസ് കാണിക്കും. ഇപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവില്ലേ? കഞ്ഞിവെള്ളത്തിനൊരു
കലങ്ങിയ വെള്ളമല്ലേ അത്, അതായത് ക്ലിയർ വാട്ടർ അല്ലല്ലോ. നമ്മൾ സാധാ വെള്ളവും കഞ്ഞിവെള്ളവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു ക്ലൗഡിനെസ് ഉണ്ടല്ലോ. അത് ഈ ആൽക്കഹോൾ ഹലൈറ്റ്സ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. വെള്ളത്തിൽ ഇൻസോളിബിൾ അല്ല, സോളിബിൾ അല്ലാത്ത ഒരു സാധനം അതിലിട്ട് കഴിഞ്ഞാൽ വേറൊരു കളറാണ് വരിക. ഓക്കെ, ഒരു ക്ലൗഡിനെസ് ആണ് വരിക. അപ്പോൾ ഇത് ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ടർബിഡായിട്ട് വരിക പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡിനെസ് വരും. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി സെക്കൻഡറി ടെർഷറിയിലെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അതായത് ടെർഷറി ആൽക്കഹോളാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അത് പെട്ടെന്ന് ടർബിഡിറ്റി തരും. പെട്ടെന്ന് ടെർഷറി ആൽക്കഹോൾ ഇട്ടതും പെട്ടെന്ന് ടർബിഡിറ്റി തരും. സെക്കൻഡറി ആണ് ഇടുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് പിടിക്കും ടർബിഡിറ്റി വരാൻ. പ്രൈമറി ആണ് ഇടണമെങ്കിൽ ഹീറ്റ് ചെയ്താൽ മാത്രമേ ടർബിഡിറ്റി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ടെർഷറി ആൽക്കഹോൾ ആണോ, നിങ്ങൾക്ക് ഏത് ആൽക്കഹോളാണ് തന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആൽക്കഹോൾ തന്നു വിചാരിക്കുക, അത് പെട്ടെന്ന് ടർബിഡിറ്റി തന്നു, അപ്പോൾ എന്താണ്, ടെർഷറി ആണ്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ടർബിഡിറ്റി വരുന്നുള്ളൂവെങ്കിൽ സെക്കൻഡറി ആണ്. ടർബിഡിറ്റി വരണേ ഇല്ല, നമ്മൾ ചൂടാക്കിയിട്ടൊക്കെ വരുന്നുള്ളൂവെങ്കിൽ അത് പ്രൈമറിയാണ്. ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞ കാര്യം, അതായത് ZnCl2 നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു റിമൂവ് വാട്ടർ, വെള്ളത്തിനെ റിമൂവ് ചെയ്യാൻ. വെള്ളത്തിന് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ZnCl2 ഉള്ളത്. ഇനി പലതരത്തിലുള്ള ഹൈഡ്രജൻ ഹാലൈറ്റ്സിൽ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി വരുന്നത് HI ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HCl എന്ന് പറഞ്ഞിട്ടാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് എന്താ പറയുക റിയാക്ഷൻസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾസിനെ എന്താണ് ലൂക്കാസ് റിയേജൻ്റ് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിച്ചത്. അതായത് HCl ആണ് മെയിനായിട്ടും, HCl-ഉം ZnCl2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽക്കഹോൾസിനെ PCl5, PCl3, SOCl2 ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. സോ ആൽക്കഹോൾസ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് PCl5, PCl3, SOCl2. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആൽക്കഹോൾ എടുത്തു, ജനറൽ റിയാക്ഷനാണ് പറയുന്നത്. ഒരു ആൽക്കഹോൾ എടുത്തു, ആ ആൽക്കഹോളിനെ PCl5 ആയിട്ട് ട്രീറ്റ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഈ എന്താ പറയുക, ROH ഇല്ലേ, ROHൻ്റെ അവിടേക്ക് ഒരു Cl കയറും, RCl എന്നാവും. അതിൻ്റെ ഒപ്പം തന്നെ POCl3 എന്ന് ഫോം ചെയ്യും, പിന്നെ HCl-ഉം കൂടി ഉണ്ടാവും. ഓക്കെ, ROHനെ PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ RCl-ഉം POCl3യും HCl-ഉം ആണ് നമുക്ക് കിട്ടുക. ഇനി ഇതെങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണേ. അതായത് നമ്മുടെ ROH, ഈ ROHനെ നമ്മൾ PCl5 ആയിട്ട് റിയാക്ട് ചെയ്യാണ്. ഡീറ്റെയിൽഡ് ആയിട്ടാണ് കേട്ടോ പറയാൻ പോണേ. റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോണ്ട് ബ്രേക്ക് ആവുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിക്ക് വെച്ചിട്ടാണെങ്കിൽ ഇതിങ്ങനെയാണ് അല്ലേ. HCl ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. മെറ്റലായിട്ടും ആസിഡ്സായിട്ടും റിയാക്ട് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ആറും അവിടെ തന്നെ നിന്നിട്ട് H+ പുറത്തേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ HCl ആയിട്ടും അങ്ങനെ ക്ലോറൈഡുകളായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് നേച്ചർ ഓഫ് ആൽക്കഹോളാണ് കിട്ടുക. അതായത് ROH ബോണ്ടിൽ OH പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, സോ ROH + PCl5 ചെയ്യുമ്പോൾ ഈ OH ബോണ്ട് Rന്ന് സെപ്പറേറ്റഡ് ആവും. എന്നിട്ട് ഈ PCl5-ലുണ്ടല്ലോ, അതിലെ ഒരു Cl ഈ Rൻ്റെ ഒപ്പം പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? RCl കിട്ടി. അപ്പോൾ ഇവിടെ എത്ര ബാക്കിയുണ്ട്? 4 എണ്ണം ബാക്കിയുണ്ടല്ലോ. ഇങ്ങനെ നിൽക്കും, എങ്ങനെ നിൽക്കില്ല, ഫുള്ളും പറയുകയാണ്. ഇത്രയാണ് ബാക്കി ഉണ്ടാവുക അല്ലേ. PCl4 എന്ന് ബാക്കിയുണ്ടാവും, പിന്നെ ഒരു OHും ബാക്കിയുണ്ട് ആണല്ലോ. ഇനി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇവരിലെ ഹൈഡ്രജനും ഇതിൽ ഒരു ക്ലോറിനും കൂടിയിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ HCl കിട്ടും. ഓക്കെ, പിന്നെ ബാക്കി ആരൊക്കെയുണ്ട്? PCl3യും ഓക്സിജനും അല്ല ഉള്ളത്,
അങ്ങനെയാണ് POCl3 അത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ROHും PCl5ഉം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രൊഡക്ട്സാണ് വരുന്നത്: RCl, HCl, POCl3. ക്ലിയർ ആയോ? ഓക്കെ, സാമ്പിൾ നോക്കാം. അതായത് ഒരു പ്രൈമറി ആൽക്കഹോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കാം. CH3 CH2OH. ഓക്കെ, എന്നിട്ട് അതിനെ PCl5 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം, അതായത് CH3 CH2Cl അതെടുക്കുക. പിന്നെ നമുക്കറിയാം PCl5 ആയിട്ട് റിയാക്ട് ചെയ്യണതുകൊണ്ട് HCl പുറത്തേക്ക് വരുന്നു. അപ്പോൾ HCl നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് ആരാ? POCl3 ആണ്. അപ്പോൾ എങ്ങനെ പോയാലും ആര് കോൺസ്റ്റൻ്റ് ആണ്? ഇവർ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ആൽക്കൈൽ ഹാലൈഡാണ് നമുക്ക് കിട്ടുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജനറൽ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ ROH ഉണ്ട്. ഈ ROHനെ നമ്മൾ PCl3 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ PCl3 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് RClഉം H3PO3 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരിക? ROH PCl3 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ RCl വരും. പിന്നെ മറ്റേതിൽ കിട്ടിയ പോലെയല്ല, അവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. H3PO3 ആണ് നമുക്ക് കിട്ടുക. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ROHനെ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് RCl കിട്ടും, പിന്നെ SO2 കിട്ടും, പിന്നെ HCl കിട്ടും. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ എക്സാമ്പിൾ പറഞ്ഞില്ല അല്ലേ? നേരത്തെ എക്സാമ്പിൾ പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു CH3 CH2OH അതിനെ PCl3 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് CH3 CH2Cl കിട്ടും, ഒപ്പം എന്ത് കിട്ടും? H3PO3 കിട്ടും. ഇതിങ്ങനെ പഠിക്കുക. ഓക്കെ, പിന്നെ ഇനി അടുത്തത് മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ ആവുമ്പോൾ നമ്മൾ CH3 CH2OH എടുത്തു, SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? ഒരു Cl അങ്ങോട്ട് പോയി എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ RCl കിട്ടും, പ്ലസ് SO2 കിട്ടും, പിന്നെ HCl കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്? CH3 CH2OHനെ RCl ആയിട്ട് നമുക്ക് കിട്ടും ബൈ പ്രൊഡക്റ്റ്. പിന്നെന്താണ്? ഒരു Cl ഇങ്ങോട്ട് പോയില്ലോ, പിന്നെ ഒരു Cl Hൻ്റെ ഒപ്പം പോകുന്നുണ്ടല്ലോ, അപ്പോൾ HCl ആയില്ലേ. പിന്നെ ബാക്കി വരുന്നത് SOയും ഇവിടെ ഒരു ഓക്സിജൻ അല്ലേ, അങ്ങനെ SO2 ആയി. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇതാണ് ഞാൻ പറഞ്ഞ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്. ഓക്കെ, ഇതൊക്കെ എൻ്റെ നോട്ടിലുണ്ടായിരിക്കും കേട്ടോ.